ഹായ് ഗൈസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഒരു മൂന്നാമത്തെ ടോപ്പിക്കാണ്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? വാട്ട് യു മീൻ ബൈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസിങ് ഫോർ പ്രിവെൻറ്റിങ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അതായത് ആവശ്യമില്ലാത്ത പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ദീസ് ആർ ദ മെത്തേഡ്സ് യൂസിങ് ഫോർ പ്രിവെൻറ്റിങ് അൺവാണ്ടഡ് പ്രഗ്നൻസി. ആവശ്യമില്ലാത്ത പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യുന്ന, പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പോൾ നിങ്ങൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് ഹെഡിങ് എഴുതുക. അതിൻ്റെ താഴെ എന്ത് ചെയ്യുക? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന് താഴെ ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് എഴുതണം. അതുമാത്രമല്ല ഡെഫിനിഷൻ എഴുതി വെക്കുക. ദീസ് ആർ ദ മെത്തേഡ്സ് യൂസിങ് ഫോർ പ്രിവെൻറ്റിങ് അൺവാണ്ടഡ് പ്രഗ്നൻസി. ഇനി അതിന് താഴെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് വേണ്ട, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് മതി, ഗ്യാപ്പ് കിട്ടണം. ഗ്യാപ്പ്, അതായത് സ്പേസിങ് മെത്തേഡിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാനിങ് ഉണ്ടാവും, 2-3 വർഷത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, പിന്നെ കുഞ്ഞ് മതി എന്നുള്ള പ്ലാനിങ്. അതുപോലെ തന്നെ ചിലപ്പോൾ 2-3 കുട്ടികളായി, ഇനി കുഞ്ഞ് വേണ്ട എന്നുള്ള പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സാധാരണ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഒരു 7ഓളം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. 7ഓളം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതിൽ ഒന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. രണ്ടാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൻ്റെ പേരാണ് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ, തടസ്സം, ഫിസിക്കൽ ബാരിയർ. മൂന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ പേരാണ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. നാലാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറൽ പിൽസ്, ഗുളിക, ഗർഭിണിയാവാതിരിക്കാനുള്ള ഗുളിക, ഓറൽ പിൽസ്. അഞ്ചാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻജെക്റ്റബിൾ. ആറാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റ് മെത്തേഡ്, അല്ലെങ്കിൽ ജെല്ലി അവൈലബിൾ ആണ്, ക്രീം അവൈലബിൾ ആണ്, അങ്ങനത്തെ ഒരുപാടുണ്ട്. ഏഴാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ദീസ് ആർ ദി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പോൾ ഗർഭിണി ആവാതിരിക്കാൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഇതൊക്കെ. അതിലൊന്ന് പറഞ്ഞു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, 2 ഫിസിക്കൽ ബാരിയർ മെത്തേഡ്, 3 IUD, 4 ഓറൽ പിൽസ്, 5 ഇൻജെക്റ്റബിൾ, 6 ഇംപ്ലാന്റ്, 7 സർജിക്കൽ. These are the main contraceptive methods. These are the methods using for preventing unwanted pregnancy. ആവശ്യമില്ലാത്ത പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അതിന് സാധാരണ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഇതൊക്കെ. ഇതിനി ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യണം? ബ്രീഫായിട്ട്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമ്മൾ പറഞ്ഞത് നാച്ചുറലാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ നിന്ന് തുടങ്ങാം നമുക്ക്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. പ്രകൃതിദത്തമായ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. പ്രകൃതിദത്തമായ എന്ന് പറഞ്ഞാൽ ഗുളിക വേണ്ട, ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ ഡോക്ടർ സഹായമോ നഴ്സുമാരെ സഹായമോ ഒന്നും വേണ്ട, ഒരാളുടെയും സഹായം വേണ്ടാത്തതാണ് നാച്ചുറൽ. പക്ഷേ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നല്ല അറിയണം. സാധാരണ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ 3 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സാണ് നമ്മൾ സാധാരണ പറയാറ്. അതിൽ 1A കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ 1A. എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് A അല്ലേ? എ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പറയാൻ പോകണേ, ശരിക്കും ശ്രദ്ധിക്കണം. പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ് എന്ന് പറയും. നാച്ചുറലിലെ ഒന്നാമത്തെ, നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലെ 1 പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ്. രണ്ടാമത്തെ B, നമ്മൾ രണ്ടാമത്തതിനെ വിളിക്കുന്ന പേരാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയും. മൂന്നാമത്തെ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്
lactational amenorrhea. Lactational amenorrhea. These are the natural contraceptive methods. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലെ മൂന്നെണ്ണം എ ബി സി. ഒന്ന് പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ്, രണ്ട് കോയിറ്റസ് ഇൻട്രപ്റ്റസ്, മൂന്ന് ലാക്ടേഷണൽ അമിനോറിയ. ഈ മൂന്ന് വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ് ആണ്. പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ് ആണ് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ് കഴിഞ്ഞിട്ട് മതി ബാക്കി രണ്ടും ഡിസ്കസ് ചെയ്യണം. പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ് ഈ വാക്കിലുണ്ട്. എന്താണ് പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ്? പീരിയോഡ്സ്, ഒന്ന് പീരീഡ്സ് ആണ്, രണ്ട് ആബ്സ്റ്റിനൻസ് ആണ്. പീരീഡ്സിൽ ആബ്സെന്റ് ആവുക എന്നൊരു വാക്കിനർത്ഥം അതിനുള്ളിലുണ്ട്. പീരീഡ്സിൽ ആബ്സെന്റ് ആവുക. അപ്പോൾ ഒരു സംശയം, ഏത് പീരീഡ്സിൽ? ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ മെൻസ്ട്രൽ സൈക്കിളാണ് ഇത്, ഒരു ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിളാണ് ഇത് എന്ന് വിചാരിച്ചോളൂ. ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th അങ്ങനെ ഏതൊരു ഫീമെയിലിൻ്റെയും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഓവം റിലീസ് ചെയ്യും, ഓവുലേഷൻ ഉണ്ടാവും. ഈ ഓവുലേഷൻ, അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഓവം പുറത്തേക്ക് വരുന്നു. ഈ ഓവുമായിട്ടാണ് സ്പേം മീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫീമെയിൽ ഗർഭിണിയാവാൻ ഏറ്റവും അനുയോജ്യമായ സമയം 14th ആണ്. അതുപോലെ 15th, 16th ആൾസോ ബി ചാൻസ്. കാരണം ഒരു ഫീമെയിലിൻ്റെ ഓവത്തിന് 1 to 2 days ആണ് ലൈഫ്. 1 to 2 days ആണ് ലൈഫ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഓവം വന്നാൽ 15th, 16th അലൈവ് ചെയ്യാൻ, ജീവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ സമയത്തും കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു ആൺകുട്ടിയുടെ സ്പേമിൻ്റെ ലൈഫ് സ്പാൻ 3 to 4 days ആണ്. 3 to 4 days. അതുകൊണ്ട് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th മുന്നേ ലൈംഗിക ബന്ധം നടത്തിയാൽ, ഒരു ഫീമെയിലും ഒരു മെയിലും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th മുന്നേ ലൈംഗിക ബന്ധം നടത്തിയാൽ, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു 11-12 വിചാരിച്ചോളൂ, 12 അന്ന് നടത്തിയാൽ അവിടെ സ്പേം വരും. ഒരു ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിൽ 12-ാം തീയതി സ്പേം വരും. പക്ഷെ അപ്പോൾ ഓവില്ല. പക്ഷെ ആ സ്പേം അവിടെ 2 to 3 അല്ലെങ്കിൽ 3 to 4 days ജീവിക്കുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരുന്ന ഓവത്തെ ഇത് മീറ്റ് ചെയ്യാൻ, ഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദാറ്റ്സ് വൈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14, 15, 16 അതിൻ്റെ പുറമെ 13, 12, 11 ഇത്രയും ദിവസങ്ങൾ ഒരു പെണ്ണ് ഗർഭിണിയാവാൻ ചാൻസ് ഉള്ള ദിവസമാണ്. അതുകൊണ്ട് ഈ പീരീഡിനെ, ഞാൻ ഈ മഞ്ഞയിൽ കാണിച്ച ഈ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരീഡ്. വിളിക്കാനുള്ള കാരണം ഫെർട്ടിലൈസേഷന് ചാൻസ് ഉള്ള പീരീഡ് ആയതുകൊണ്ടാണ് ഫെർട്ടൈൽ പീരീഡ് എന്ന് വിളിച്ചത്. ഇനി ബാക്കി വരുന്ന റിമൈനിങ് ഡേയ്സ്, അതായത് 17th വരെ നമുക്ക് വേണമെങ്കിൽ ഫെർട്ടൈൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ 11 നമുക്ക് 10 കൂടെ അതിലേക്ക് ഉൾപ്പെടുത്താം. അപ്പം ബാക്കിയുള്ള ഈ ടൈം നമ്മൾ കൺസിഡർ ചെയ്യൽ സേഫ്റ്റി പീരീഡ് ആയിട്ടാണ്. സേഫ്റ്റി പീരീഡ് ആയിട്ടാണ് ഈ പീരീഡിനെ കൺസിഡർ ചെയ്യുക. കാരണം സേഫാണ്, കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഒരു ഭാര്യക്കും ഭർത്താവിനും കുഞ്ഞു വേണ്ട, പക്ഷെ അവർക്ക് ലൈംഗിക ബന്ധം നടത്തണം എങ്കിൽ അവർക്ക് ഈ പീരീഡ് സെലക്ട് ചെയ്യാം. കുഞ്ഞുണ്ടാവാനാണ് കപ്പിൾസിന് താല്പര്യമെങ്കിൽ ഈ പീരീഡ് സെലക്ട് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അത്രയും വളരെ സിമ്പിളാണ്. അങ്ങനെയാണ് ചോദിച്ചോളൂ, എന്താണ് പീരിയോഡിക്കൽ ആബ്സെൻസ്? പീരീഡ്സിൽ ആബ്സെന്റ് ആണ്. ഏത് പീരീഡിലാണ് ആബ്സെന്റ് ആവേണ്ടത്? കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള ടോപ്പിക്കാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ കുഞ്ഞുണ്ടാവാതിരിക്കാൻ ഏത് പീരീഡിൽ ആബ്സെന്റ് ആവണം? കുഞ്ഞുണ്ടാവാതിരിക്കാൻ ഏത് പീരീഡിൽ ആബ്സെന്റ് ആവണം ചോദിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന പീരീഡിൽ ആബ്സെന്റ് ആവണം. ദാറ്റ് ഈസ് ഫെർട്ടൈൽ പീരീഡിൽ ആബ്സെന്റ് ആവുക. ഫെർട്ടൈൽ പീരീഡിൽ ആബ്സെന്റ് ആകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക്കൽ ആബ്സ്റ്റിനൻസ്. പീരിയോഡിക്കൽ ആബ്സ്റ്റിനൻസ് ഇറ്റ് ഇസ് അവോയ്ഡ് സെക്ഷൽ ഇന്റർകോഴ്സ്
Avoid sexual intercourse during fertile period. Avoid sexual intercourse during fertile period. This period is called as periodical abstinence. This method is called as periodical abstinence. ഇനി രണ്ടാമത്തെ ഒരു നാച്ചുറൽ മെത്തേഡാണ് ഏത്? രണ്ടാമത്തെ ഒരു നാച്ചുറൽ മെത്തേഡാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ്. രണ്ടാമത്തതാണ് ഏത്? കോയിറ്റസ് ഇൻട്രപ്റ്റസ്. കോയിറ്റസ് ഇൻട്രപ്റ്റസ്. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. കോയിറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ മറ്റൊരു പേരാണ് കോയിറ്റസ്. ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഒരു മെയിൽസിൻ്റെ പെനിസ് ഒരു ഫീമെയിൽ വജൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഒരു ഫീമെയിൽ വജൈനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് സെക്ഷൽ പ്ലേ അല്ലെങ്കിൽ കോയിറ്റസ് നടക്കുക. എന്തിനാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഈ പെനിസിലുള്ള സ്പേം വജൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. പെനിസിൽ നിന്ന് സ്പേം വജൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് സ്പേം ഫ്രം പെനിസ് ടു വജൈന. ട്രാൻസ്ഫർ ഓഫ് സ്പേം ഫ്രം പെനിസ് ടു വജൈന, ദാറ്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. അപ്പോൾ ഇൻസെമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് വജൈനിലേക്ക് ഇൻസേർട്ട് ചെയ്തത്. പക്ഷേ ഈ സെക്ഷൽ പ്ലേൻ്റെ അവസാനം, അതായത് ലൈംഗിക ബന്ധത്തിൻ്റെ അവസാനം, ഈ പെനിസിൽ നിന്ന് സ്പേം ഇങ്ങനെ വന്ന് വജൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ, ഈ പെനിസിൽ നിന്ന് സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ പെനിസ് വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്താൽ, ഇജാക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ പെനിസ് വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്താൽ ഈ പെനിസിൽ കൂടെ പോകുന്ന സ്പേം പിന്നെ വജൈനയിലേക്ക് എത്തൂല, പുറത്തേക്കാണ് പോവുക. അങ്ങനെ പുറത്തേക്ക് പോയാൽ കുഞ്ഞുണ്ടാവില്ല. ഈ മെത്തേഡിനെയാണ് നമ്മൾ കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയാം. വിഡ്രവൽ ഓഫ് പെനിസ് ഫ്രം വജൈന ബിഫോർ ഇജാക്കുലേഷൻ. ബിഫോർ ഇജാക്കുലേഷന് മുന്നേ വിഡ്രോ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, വിഡ്രവൽ ഓഫ് പെനിസ് ഫ്രം വജൈന, വജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യുക. ബിഫോർ ഇജാക്കുലേഷൻ, ബിഫോർ. ആഫ്റ്റർ ഇജാക്കുലേഷൻ ആയിക്കഴിഞ്ഞാൽ കുടുങ്ങിയത് തന്നെയാണ്. ബിഫോർ ഇജാക്കുലേഷൻ, ദിസ് ഈസ് എ കോയിറ്റസ് ഇൻട്രപ്റ്റസ്. ഇനി നാച്ചുറൽ തന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. നാച്ചുറൽ തന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മൂന്നാമത്തെ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്ടേഷണൽ. ലാക്ടേഷണൽ അമിനോറിയ. ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞാൽ, ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ്. അമിനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, ദാറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു അമിനോറിയ. ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, ദാറ്റ് ഇസ് എ ലാക്ടേഷണൽ. സോ ലാക്ടേഷണൽ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ലാക്ടേഷണൽ അമിനോറിയ മീൻസ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് പീരീഡിൽ അതുപോലെ അമിനോറിക് പീരീഡിൽ, ഈ രണ്ട് പീരീഡിലും പ്രഗ്നൻസി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ചാൻസ് കുറവാണ്. ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്. നിങ്ങൾക്കറിയാം, ഒരു അമ്മ ഒരു കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് അപ് ടു 2 years ആണ്. ഈ 2 years, അപ് ടു 2 years പ്രസവം കഴിഞ്ഞ് 2 വർഷം ആ അമ്മ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത് കൊണ്ട് അമ്മയുടെ ബോഡിയിൽ ഓവം ഉണ്ടാവാനുള്ള ചാൻസും സൈക്കിൾ റെഗുലർ ആവാനുള്ള ചാൻസും കുറവായതുകൊണ്ട് ഫെർട്ടിലൈസേഷന് ചാൻസ് കുറവാണ്. പക്ഷേ NCERT ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ 2 വർഷം കുഞ്ഞിനുള്ള ചാൻസ് കുറവാണ് എങ്കിലും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഫസ്റ്റത്തെ 6th month അപ് ടു 6th month ഈസ് മോർ സേഫസ്റ്റ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 6 മാസം മോർ സേഫസ്റ്റ് ആണ്. മറ്റുള്ള പീരീഡിലും സേഫ് അല്ല എന്നുള്ളതല്ല, പക്ഷെ ചാൻസ് ഈസ് ദർ. ഇനി അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ബ്രസ്റ്റ് ഫീഡിങ് ഒരു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. അത് ഏത് മെത്തേഡാണ്? ലാക്ടേഷൻ അമിനോറിയ. മാത്രമല്ല ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്രഗ്നൻസിയുടെ മെയിൻ സിംറ്റം, ഒരു അമ്മ പ്രഗ്നൻ്റ് ആയാലും ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയാലും ആദ്യം കാണിക്കുന്ന സിംറ്റമാണ് അമിനോറിയ, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പോൾ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെൻ്റ് ആവുന്ന ഒരാൾക്കും ഓവുലേഷൻ ഉണ്ടാവില്ല, ഓവം ഫോം ചെയ്യില്ല, അല്ലേ? അപ്പോൾ അതും ഒരു ചാൻസ് ആണ്. എന്ന് വെച്ചാൽ ഗർഭിണികളായ അമ്മമാരുമായിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികളുമായിട്ട് ലൈംഗികം നടത്തുമ്പോൾ കുഞ്ഞിനുള്ള ചാൻസ് കുറയും. വൈ? ബിക്കോസ് ഇത് ഹാവിങ് പ്രഗ്നൻസി ഓർ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ.
അപ്പോൾ ഗർഭിണിയുമായി ലൈംഗിക ബന്ധം നടത്തുമ്പോൾ കുഞ്ഞിനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അവർ വേറൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരും. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സും പ്രഗ്നൻറ്റ് വുമൺസും ലെസ് ചാൻസ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഇതും ഒരു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ 3 നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ്, സെക്കൻഡ് വൺ ഈസ് ലാക്ടേഷണൽ അമിനോറിയ, ആൻഡ് തേർഡ് വൺ ഈസ് കോയിറ്റസ് ഇൻട്രപ്റ്റസ്. ദീസ് ആർ ദി 3 നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. വൺസ് അഗെയിൻ, നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന് ഒരാളുടെയും സഹായം ആവശ്യമില്ല. അത് 3 ടൈപ്പ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മൾ പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ് എന്ന് പറയും, അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് അവോയ്ഡ് ചെയ്യണം ഡ്യൂറിങ് ഫെർട്ടൈൽ പീരീഡ്. ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 10th to 17th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, 10th to 17th ഡേ ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് പീരിയോഡിക്കൽ അബ്സ്റ്റിനൻസ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മളത് വിളിച്ചു coitus interruptus, withdrawal of penis from vagina before ejaculation. That is a coitus interruptus. And third one is lactational amenorrhea. Lactational amenorrhea during the time of breastfeeding and also absence of menstrual cycle. That means during pregnancy there is a less chance for fertilization. Got it? Okay. ഇനി രണ്ടാമത്തെ ഓക്കെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് പഠിക്കാം. ഒന്ന് നമ്മൾ പഠിച്ചു, ഫസ്റ്റ് ഈസ് ഓവർ. ദെൻ സെക്കൻഡ് വൺ ഫിസിക്കൽ ബാരിയർ. ശരിക്കും ശ്രദ്ധിക്കണം, പതുക്കെ ഞാൻ പറയുന്നത് ഫിസിക്കൽ ബാരിയേഴ്സ്. ഈ വാക്കിലുണ്ട് അർത്ഥം. ഫിസിക്കൽ ബാരിയർ, ഫിസിക്കലി തടയുക, തടസ്സം. ബാരിയർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം തടയുക, ഫിസിക്കലി തടയുക. ഫോർ എക്സാമ്പിൾ, സ്പേമും അതുപോലെ തന്നെ ഓവവും തമ്മിൽ, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിൽ ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്താലേ അവിടെ സൈഗോട്ട് ഫോം ചെയ്യൂ എന്നുള്ള കാര്യം എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഈ 2 ഗ്യാമേറ്റുകൾ ഹാപ്ലോയിഡ് ഹോവും ആപ്ലോയിഡ് സ്പേമും തമ്മിൽ മീറ്റ് ചെയ്താലേ ഡിപ്ലോയിഡ് സൈഗോട്ട് അവിടെ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഈ സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ, സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ അവിടെ എന്ത് ഫോം ചെയ്യില്ല? സൈഗോട്ട് ഫോം ചെയ്യില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഏത് മെത്തേഡ്? ഫിസിക്കൽ ബാരിയർ. അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ബാരിയറിൽ സാധാരണ ഉപയോഗിക്കുന്ന 4 ഡിവൈസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ആദ്യം ഒന്ന് പറയാം. ഇതൊരു ഫീമെയിലിൻ്റെ യൂട്രസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇത് ഫീമെയിലിൻ്റെ യൂട്രസ്. ഇത് എന്താണ്? ഒരു ഫെലോപ്പിയൻ ട്യൂബാണ്, ഓവിയഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലിഗ്മെൻറ്റ്സ് കാണാം. ഇത് ഓവറിയാണ്, ഇത് സെർവിക്കൽ കനാലാണ്, ഇത് വജൈനയാണ്. ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോയിറ്റസിൻ്റെ സമയത്ത് ഇവിടെ 300 മില്യൺ സ്പേംസ് ഡിപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ 300 മില്യൺ സ്പേംസ് ഈ സെർവിക്കൽ കനാൽ യൂട്രസ് വഴി ഇങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിലെത്തുന്നു. ഇവിടെ വെച്ച് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ച് സ്പേമും ഓവൻ തമ്മിൽ മീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചത്. പക്ഷേ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് ഒരുപാട് സ്പേംസ് ഡിപ്പോസിറ്റ് ചെയ്തു. ഈ സ്പേംസ് ഓവുമായി മീറ്റ് ചെയ്യരുത്. മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറേ ബാരിയേഴ്സ് ഉപയോഗിക്കാം. ഇപ്പം ഞാനൊരു റിമോട്ട് എടുത്തിട്ടതാ ഇവിടെ അങ്ങ് വെച്ചു. ഈ റിമോട്ട് എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്പേം പിന്നെ ആരുമായി മീറ്റ് ചെയ്യില്ല? ഓവുമായിട്ട് മീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിമോട്ട് വെച്ചാൽ പിന്നെ സ്പേംസ് അങ്ങ് കയറിപ്പോന്നില്ല. അതുപോലെ നോട്ട്ബുക്കോ ബോക്സോ ടെക്സ്റ്റ് ബുക്കോ എന്തെങ്കിലും വെച്ചാൽ മീറ്റ് ചെയ്യില്ല. പക്ഷെ അതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഷെൽഫ് അല്ലല്ലോ ഇത്. അപ്പോൾ അത് വെക്കാൻ പറ്റില്ല. ഇവിടെ സാധാരണ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു ഫീമെയിൽ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ബാരിയേഴ്സ് ആയിരിക്കണം. അതിന് സാധാരണ ഫീമെയിൽസ് ഉപയോഗിക്കുന്ന 4 ബാരിയേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ ബാരിയേഴ്സിൻ്റെ പേരാണ് കോണ്ടം എന്ന് വിളിക്കും. രണ്ടാമത്തെ ബാരിയറിൻ്റെ പേരാണ് സെർവിക്കൽ ക്യാപ്പ്. മൂന്നാമത്തെ ബാരിയറിൻ്റെ പേരാണ് ഡയഫ്രം. നാലാമത്തെ ബാരിയറിൻ്റെ പേരാണ് വോൾട്ട്. VAULT, വോൾട്ട്. ഇങ്ങനെ 4 ബാരിയേഴ്സാണ് ഫീമെയിൽ സാധാരണ ഉപയോഗിക്കാറ്.
ഈ 4 ബാരിയേഴ്സാണ് സാധാരണ ഫീമെയിൽ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സ്പേമും ഓവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കോണ്ടം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധി എന്ന് വിളിക്കുന്ന ഈ കോണ്ടം. കോണ്ടം മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. മെയിൽസിനും ഉപയോഗിക്കാം, ഫീമെയിൽസിനും ഉപയോഗിക്കാം. കാര്യം അതുണ്ടാക്കിയിരിക്കുന്നത് ലാറ്റക്സ് എന്ന് പറയുന്ന തിൻ റബ്ബർ കൊണ്ട്, ഡിസ്പോസിബിൾ ആയ റബ്ബർ കൊണ്ട് കോണ്ടം ഉണ്ടാക്കുക. ഈ കോണ്ടം സെക്ഷൽ ഇന്റർകോഴ്സിന്റെ മുന്നേ മെയിലാണെങ്കിൽ പെനിസിന് ധരിക്കും, ഫീമെയിൽ ആണെങ്കിൽ വജൈനയിലേക്ക് ഇറക്കി വെക്കും. അതുകൊണ്ട് രണ്ടുപേരുടെയും കോണ്ടം ഡിഫറെൻ്റ് ആണ്. ഈ കോണ്ടം ഇപ്പോൾ ഒറ്റ എക്സാമ്പിൾ, ഇത് പെനിസാണ്. പെനിസിന് കോണ്ടം ഇട്ട് കഴിഞ്ഞാൽ ഈ പെനിസിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ സ്പേം ഒരിക്കലും വജൈനയിലേക്ക് ട്രാൻസ്ഫർ ആവില്ല, കാരണം ഇവിടെ കോണ്ടം ഉണ്ടാവും. സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കോണ്ടം പതുക്കെ റിമൂവ് ചെയ്ത് ഡിസ്പോസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, കുഞ്ഞുണ്ടാവില്ല. മാത്രമല്ല ഈ കോണ്ടം എന്ന് പറയുന്ന ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ചിലപ്പോൾ ഡിസീസുകൾ വരാറുണ്ട്. STD എന്ന് പറയും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എയ്ഡ്സ്, ഗൊണേറിയ, സിഫിലിസ് പോലെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി നമുക്ക് കോണ്ടം ഉപയോഗിക്കാം. അപ്പോൾ കോണ്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോണ്ടം മെയിലും ഉപയോഗിക്കും, ഫീമെയിലും ഉപയോഗിക്കും. മാത്രമല്ല ഇതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. മാത്രമല്ല ഇതൊരു STD പ്രിവെൻറ്റീവ് മെഷറുമാണ്. അപ്പോൾ കോണ്ടം കൊണ്ടൊരു 2 മെച്ചങ്ങൾ. ഒന്ന് എന്താണ്, മെയിലും ഫീമെയിലും ഉപയോഗിക്കും. രണ്ടാമത്തെ, രണ്ടുപേർക്കും 2 ആണ് എങ്കിലും 2 പേരും ഉപയോഗിക്കും. മെയിൽ കോണ്ടം മെയിലും, ഫീമെയിൽ കോണ്ടം ഫീമെയിലും ഉപയോഗിക്കും. രണ്ടാമത്തെ STD പോലുള്ള അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയ സാധനമാണ് കോണ്ടം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള 3 ഡിവൈസ് കൊണ്ടും STD തടയാൻ പറ്റില്ല. ഈ 3 ഡിവൈസ് കൊണ്ട് STD തടയാൻ പറ്റില്ല, പക്ഷെ കോണ്ടം കൊണ്ട് STD തടയാം. എന്തുകൊണ്ടാണ് കോണ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്? തിൻ ലാറ്റക്സ് റബ്ബർ കൊണ്ടാണ്. മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കോണ്ടം സെയിം ആണോ? അല്ല, രണ്ടിൻ്റെയും ഡിഫറെൻറ്റ് ഷേപ്പാണ്. Okay, so these are the 4 devices, barriers. ഈ 4 3 ഫീമെയിൽസ് ഓൺലി ആണ്. എക്സാമിന് ഓഡ് 1 ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 3 എന്താണ്, ഫീമെയിൽ ഉപയോഗിക്കുന്നതാണ്. 4 മെയിലും ഉപയോഗിക്കും, ഫീമെയിൽ ഉപയോഗിക്കും, അതായത് കോണ്ടം. ഇനി ഇതിൻ്റെ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ കോണ്ടം കാണാത്തവർ എൻ്റെ പിക്ചേഴ്സ് ഒന്ന് ജസ്റ്റ് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം നമ്മളൊരു പിക്ചർ എടുത്തു. ഓക്കെ, ഇത് മെയിൽസിൻ്റെ കോണ്ടമാണ്. ഈ ഷേപ്പ് കണ്ടാൽ അറിയാം മെയിൽസിൻ്റെ കോണ്ടമാണ്. ഈ മെയിൽസിൻ്റെ കോണ്ടം മെയിൽ പെനിസ് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇതാണ് പെനിസ്. ഇൻസേർട്ട് ചെയ്ത് സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ സമയത്ത് പെനിസിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ മുന്നേ ധരിക്കണം. സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യണം. ഇത് ഫീമെയിൽ കോണ്ടമാണ്, 2 സൈഡിലും കണ്ടിന്യൂകൾ. ഇത് ഫീമെയിൽ കോണ്ടാണ്. ഇത് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. സെക്ഷൽ ഇന്റർകോഴ്സ് സമയത്ത് പെനിസിൽ നിന്ന് സ്പേം ഇതിനുള്ളിലേക്ക് വരും, പക്ഷേ വജൈനയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് സെർവിക്സിലേക്കോ യൂട്രസിലേക്കോ പോയില്ല. അത് കളക്ട് ചെയ്യുന്നു, അതിനുശേഷം അത് എടുത്ത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു, കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷനും പബ്ലിക് എക്സാമിനേഷനൊക്കെ ഈ പിക്ചേഴ്സ് ഒന്ന് മെയിൽ ഏതാ ഫീമെയിൽ എന്ന് ചോദിക്കാം. അത് ചോദിച്ചാൽ തെറ്റരുത്, മോശം. സോ ദിസ് ഈസ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയഫ്രം, വോൾട്ട്, സെർവിക്കൽ ക്യാമ്പ്. ഡയഫ്രം, വോൾട്ട്, സെർവിക്കൽ ക്യാമ്പ്, ഈ 3 ഡിവൈസുകളാണ്. 3 ബാരിയേഴ്സ് ആണ്. ഈ 3 ഫീമെയിൽ മാത്രമേ യൂസ് ചെയ്യൂ. ദാറ്റ് ഷുഡ് ബി ഇൻസേർട്ടഡ് ഇൻ ടു ദി വജൈന. സെൽഫ് ഇൻസേഷന് പ്രൈവസി മാത്രം ആവശ്യമുള്ള ഡിവൈസുകളാണത്. അത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമുക്ക് സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പ്രൈവസി മാത്രം മതി. ഈ 4 ഡിവൈസ് ഉപയോഗിക്കാൻ, ഫിസിക്കൽ ബാരിയേഴ്സ് ഉപയോഗിക്കാൻ ഒരു ഡോക്ടറുടെയോ ഒരു നേഴ്സിൻ്റെയോ ആവശ്യം ഇല്ല. എങ്കിൽ 3ാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എല്ലാവർക്കും അറിയാം. 3ാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? IUD ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവൈസാണ് IUD. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ആദ്യം കാണുന്ന
ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഈ ചാപ്റ്ററിലെ IUD. IUD എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇൻട്രാ ഉള്ളിൽ, യൂട്രൈൻ യൂട്രസിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഡിവൈസ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, യൂട്രസിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഡിവൈസ്. അപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ ഡിവൈസ് വെക്കണമെങ്കിൽ അത് സ്വന്തം വെക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊക്കെ സെൽഫ് ഇൻസേർട്ട് ചെയ്താൽ യൂട്രസിലേക്ക് പോകേണ്ട അടുത്ത് ചിലപ്പോൾ കിഡ്നിയിലേക്ക് എത്തും. അപ്പോൾ യൂട്രസിലേക്ക് സ്വയം ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെക്കണമെങ്കിൽ, ഈ ഡിവൈസ് വെക്കണമെങ്കിൽ ഡോക്ടറോ നഴ്സോ ആവശ്യമാണ്. ദാറ്റ്സ് വൈ ദീസ് ഡിവൈസസ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ യൂട്രസ് ബൈ ഡോക്ടേഴ്സ് ഓർ എക്സ്പേർട്ട് നഴ്സസ്. ഡോക്ടേഴ്സോ എക്സ്പേർട്ട് നഴ്സുമാരോ വെക്കുന്ന ഡിവൈസ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇനി ഈ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കാര്യം IUD എന്ന് എഴുതുന്നത്, IUD. ഈ IUDസിനെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. IUDസിനെ 3 ക്ലാസിഫൈ ചെയ്യാം. 3 ടൈപ്പ് IUD ഉണ്ട്. അതിൽ ഒന്നാമത്തെ IUDയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ മെഡിക്കേറ്റഡ് IUD. നോൺ മെഡിക്കേറ്റഡ് IUD. രണ്ടാമത്തെ IUD ആണ് കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUD. മൂന്നാമത്തെ IUDയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിലീസിങ് IUD. നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUD. ഇങ്ങനെ 3 ടൈപ്പ് IUDs ഉള്ളത്. അതിൽ നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിളാണ്, നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിളാണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയും. ലിപ്പസ് ലൂപ്പ്. നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിളാണ് ലിപ്പസ് ലൂപ്പ്. ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനം. ഈ ലിപ്പസ് ലൂപ്പ് ഫീമെയിലിൻ്റെ യൂട്രസിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, വെച്ച് കഴിഞ്ഞാൽ, ആ യൂട്രസിലേക്ക് വരുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ആ യൂട്രസിലേക്ക് വരുന്ന സ്പേമിനെ ഫാഗോസൈറ്റോട്ടിക് ആക്ടിവിറ്റി നടത്താൻ കഴിയുന്ന ഒരു മെറ്റീരിയലാണ് ലിപ്പസ് ലൂപ്പ്. അതായത് സ്പേമിനെ വിഴുങ്ങി നശിപ്പിക്കും. അതായത് ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യും ബൈ ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ആ സ്പ്രിങ് പോലത്തെ സാധനം നമുക്ക് ഇറക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, അത് കാണാത്ത ആരെങ്കിലും ഉണ്ട്, ലിപ്പസ് ലൂപ്പ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ലിപ്പസ് ലൂപ്പ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് ലിപ്പസ് ലൂപ്പ്. ഈ ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് പോലുള്ള ഈ സാധനം കണ്ടു. ഇതാണ് ലിപ്പസ് ലൂപ്പ്. ഇങ്ങനെ സ്പ്രിങ് പോലുള്ള സാധനമാണ്. ഒരു നൂലുണ്ടാകും, താഴെ പിടിച്ചു വലിക്കരുത്. ആ ലിപ്പസ് ലൂപ്പ് നമ്മുടെ യൂട്രസിൽ വെച്ച് കഴിഞ്ഞാൽ ആ ലിപ്പസ് ലൂപ്പ് എന്ന എലമെൻറ്റ് സ്പേമിനെ ഫാഗോസൈറ്റോട്ടിക് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തിയിട്ട് ഒരിക്കലും ഓവൻ തമ്മിലുള്ള മീറ്റിംഗ് അവോയ്ഡ് ചെയ്യും, നടത്തൂല. ഓവൻ തമ്മിലുള്ള മീറ്റിംഗ് നടത്തൂല, കുഞ്ഞ് സൈഗോട്ട് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എലമെൻ്റാണ് ലിപ്പസ് ലൂപ്പ്. സോ ലിപ്പസ് ലൂപ്പ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് non-medicated IUD. It should be prevented fertilization by phagocytosis of the sperm. ഇനി 2 കോപ്പർ റിലീസിങ് IUD ആണ്. കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ ഒന്ന് കോപ്പർ ടി. രണ്ടാമത്തെ എക്സാമ്പിൾ കോപ്പർ 7. മൂന്നാമത്തെ എക്സാമ്പിൾ മൾട്ടി ലോഡ് 375. കോപ്പർ ടി, കോപ്പർ 7, മൾട്ടി ലോഡ് 375. ദീസ് ആർ കോപ്പർ റിലീസിങ് IUD. ഈ കോപ്പർ റിലീസിങ് IUD ഒരു ഫീമെയിലിൻ്റെ യൂട്രസിൽ 6 മാസമോ 1 വർഷമൊക്കെ വെക്കാം. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി യൂട്രസിൽ. ഈ 3ൻ്റെയും പേര് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. 3ൻ്റെയും ലക്ഷ്യം ഒന്നാണ്, ഫങ്ഷൻ ഒന്നാണ്. അപ്പോൾ ഈ 3
ഡിവൈസുകൾ, അതായത് കോപ്പർ റിലീസിങ് IUDs ആണ് കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് 375. അപ്പോൾ കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് 375 ഈ മൂന്നും ഡിഫറെൻറ്റ് ഐറ്റംസ് ആണെങ്കിലും മൂന്നിൻ്റെയും ലക്ഷ്യം ഒന്നാണ്, ഫങ്ഷൻ ഒന്നാണ്. ഈ മൂന്ന് എക്സാമ്പിൾസ് ആയ കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് 375 ഇവരെന്താ റിലീസ് ചെയ്യുക? ഇവരെ ബോഡിയിൽ നിന്ന് കോപ്പർ അയേൺസ് റിലീസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ കോപ്പർ ടി ആണ് നമ്മൾ വെച്ചതെങ്കിൽ, ഒരു ഫീമെയിലിൻ്റെ യൂട്രസിലെ കോപ്പർ ടി ആണ് വെച്ചതെങ്കിൽ ഈ കോപ്പർ ടി കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിങ്ങനെ കോപ്പർ ടി വെച്ചു. ഈ കോപ്പർ ടി എവിടെ വെച്ചത്? യൂട്രസിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? യൂട്രസിലാണ് വെച്ച് ഈ യൂട്രസ് വെച്ച കോപ്പർ ടിയിലേക്ക് ഇവിടെ സ്പേം ഇങ്ങനെ പോയി, യൂട്രസ് കൂടെ ഇങ്ങനെ സ്പേം പോവുകയാണെങ്കിൽ ഈ കോപ്പർ ടിന്ന് റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസ് സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ കുറക്കും. സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ കുറക്കും. ഒന്നുകൂടി കാണിച്ചു തരാം, ഞാൻ ജസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ കുറക്കും ആര്? കോപ്പർ റിലീസിങ് IUD. അപ്പോൾ സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ കുറക്കുക എന്ന് പറയുമ്പോൾ ഇവിടേക്ക് നോക്കിയേ. ഓക്കെ, ഓക്കെ, ഈ പിക്ചറിലേക്ക് നോക്കി നിങ്ങൾ. ഇതാണ് കോപ്പർ ടി. ഇത് കോപ്പർ ടി ഒരു ഫീമെയിലിൻ്റെ യൂട്രസിൽ വെച്ചാൽ ഇതിൻ്റെ മേലെ നിന്ന് കോപ്പർ അയോൺസ്, ഇതിൻ്റെ മേലെ നിന്ന് കോപ്പർ അയോൺസ് ഇങ്ങനെ വരും. ഈ സമയത്ത് ഇതിൽ കൂടെ പോകുന്ന ഈ സ്പേംസ്, ഇതിൽ കൂടെ ഒരുപാട് സ്പേം പോകുന്നുണ്ട്. ഈ കോപ്പർ അയോൺസ് വന്ന് സ്പേമിൽ തട്ടും. സ്പേമിൽ വന്ന് തട്ടിയിട്ട് സ്പേമിൻ്റെ വാലിൽ തട്ടുമ്പോൾ മൊട്ടിലിറ്റി പവർ കൊടുക്കുന്ന, സ്പേമിനെ മൊട്ടൈൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് ടെയിൽ. ഈ ടെയിലിൽ പോയിട്ട് കോപ്പർ അയോൺസ് തട്ടുമ്പോൾ സ്പേമിൻ്റെ മൊട്ടിലിറ്റി പവർ സപ്രസ്ഡ് ആവും, ഇല്ലാണ്ടാവും. അതോടുകൂടി സ്പേമിന് ഓവത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം നടക്കില്ല. അതായത് കുഞ്ഞുവാവി ഉണ്ടാവില്ല. അപ്പോൾ ഈ കുഞ്ഞുവാവി ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്യണമെങ്കിൽ സ്പേം ഓവത്തിലേക്ക് എത്തണം. പക്ഷേ ഈ സ്പേം എത്തൂല. സ്പേമിൻ്റെ ടെയിൽ മോട്ടിലിറ്റി പവർ കുറക്കുന്ന രൂപത്തിലേക്ക് ഈ കോപ്പർ റിലീസിങ് IUD കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. സോ ദിസ് ഈസ് എ കോപ്പർ റിലീസിങ് IUDയിലെ കോപ്പർ ടി. ഇതാണ് കോപ്പർ ടി. പക്ഷെ കോപ്പർ 7 ഉണ്ട്, മൾട്ടി ലോഡ് 375 ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം ഒന്നാണ്, ഒക്കെ ഫങ്ഷൻ ഒന്നാണ്. അവരൊക്കെ എന്താ റിലീസ് ചെയ്യുക? കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ കുറക്കും എന്നുള്ളതാണ്. ദീസ് ആർ ദി കോപ്പർ റിലീസിങ് IUD. അപ്പോൾ കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഈ 3 എക്സാമ്പിൾസ് നിങ്ങൾ പറയണം. ഏതൊക്കെ? കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് 375. നേരെ മറിച്ച് നോൺ മെഡിക്കേറ്റഡ് IUD എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ലിപ്പസ് ലൂപ്പ്. ഇത് കോപ്പർ റിലീസിങ് IUD. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് IUD ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു IUD ആണ് ഹോർമോൺ റിലീസിങ് IUD. ഹോർമോൺ റിലീസിങ് IUDക്ക് 2 എക്സാമ്പിൾ ആണുള്ളത്. LNG20 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ പ്രൊജസ്ട്രോസേർട്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ രണ്ട് IUD, LNG20 എന്ന് പറയുന്നതും പ്രൊജസ്ട്രോസേർട്ട് എന്ന് പറയുന്ന IUD, 2 ഹോർമോൺ റിലീസിങ് IUD ആണ്. ആ പേരിലുണ്ട് മുഴുവൻ. ഹോർമോൺ റിലീസിങ് IUD ആയ LNG20, പ്രൊജസ്ട്രോസേർട്ട് എന്താ റിലീസ് ചെയ്യുക? അവരുടെ ബോഡിയിൽ ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ ഫീമെയിലിൻ്റെ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും. ഓക്കെ, ഇത് ഹോർമോൺ റിലീസിങ് IUD മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും. എന്തിനു വേണ്ടി? ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റുന്ന IUD ആണ് ഹോർമോൺ റിലീസിങ് IUD. അപ്പോൾ നോക്കിയേ നിങ്ങൾ, IUD എന്ന് പറയുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, യൂട്രസിൽ വെക്കുന്ന ഡിവൈസാണ്. ഒരു ഫീമെയിലിൻ്റെ യൂട്രസിൽ അത് ഇൻസേർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പേർട്ട് നേഴ്സസ് ആയിരിക്കും. ഈ ഡിവൈസ് പ്രൊലോങ്ഡ് ടൈം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ്. സാധാരണ IUDs ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ഇൻടു 3. 1 നോൺ മെഡിക്കേറ്റഡ് IUD, 2 കോപ്പർ റിലീസിങ് IUD, 3 ഹോർമോൺ റിലീസിങ് IUD. അതിൽ നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിളാണ് ലിപ്പസ് ലൂപ്പ്. അതുപോലെ കോപ്പർ റിലീസിങ് IUDക്ക് 3 എക്സാമ്പിൾ, കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് 375. ഹോർമോൺ റിലീസിങ് IUDക്ക് 2 എക്സാമ്പിൾ, LNG20, പ്രൊജസ്ട്രോസേർട്ട്. കഴിഞ്ഞില്ല, ലിപ്പസ് ലൂപ്പ് എന്താ ചെയ്യുക? പ്രിവെൻറ്റിംഗ് ഫെർട്ടിലൈസേഷൻ ബൈ ഫാഗോസൈറ്റോസിസ് ഓഫ് ദി സ്പേം. കോപ്പർ റിലീസിങ് IUD എന്താ ചെയ്യുക? പ്രിവെൻറ്റിംഗ് ഫെർട്ടിലൈസേഷൻ ബൈ കില്ലിംഗ് ആൻഡ് ആൾസോ സപ്രസിംഗ് ദ മോട്ടിലിറ്റി പവർ ഓഫ് ദി സ്പേം. ഹോർമോൺ റിലീസിങ് IUD എന്താ ചെയ്യുക? ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. എന്ത് സിമ്പിളാന്ന് നോക്കിയാൽ നിങ്ങൾ, പഠിക്കാൻ വളരെ സിമ്പിളാണ്.
എല്ലാവരും ടഫാന്ന് പറയും, എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം ഇതേ ഫ്ലോ ചാർട്ട് നിങ്ങൾ നോട്ടിൽ വരച്ചതിന് ശേഷം എല്ലാ കുട്ടികളും ഇതേ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഇതേ മോള് കളർഫുള്ളായിട്ട് നോട്ടിൽ വരച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താ ചോദിച്ചെന്നറിയോ? വളരെ സിമ്പിളായിട്ട് ഈ കാര്യം തന്നെ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ബോക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ബോക്സ് വരച്ചു, ഇങ്ങനൊരു ബോക്സ് വരച്ചു, ഈ ബോക്സിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്? നോൺ മെഡിക്കേറ്റഡ് IUD, നോൺ മെഡിക്കേറ്റഡ് IUD. രണ്ടാമത്തത് കോപ്പർ റിലീസിങ് IUD, ഹോർമോൺ റിലീസിങ് IUD. എന്നിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ, ഇവിടെ 3 ഇവിടെ 2 അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ ലിപ്പസ് ലൂപ്പ്, ഇവിടെയോ കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375, ഇവിടെയോ LNG20, പ്രൊജസ്ട്രോസേർട്ട് എഴുതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ വളരെ റഫായിട്ട് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ 3 നമ്മൾ പഠിച്ചു വളരെ വൃത്തിയായിട്ട്. ഏതൊക്കെയാ? 1 നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, 2 ഫിസിക്കൽ ബാരിയർ മെത്തേഡ്, 3 ഏതാണ്? IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. അത് 3 കൃത്യമായി പഠിച്ചോ നോക്കുക, റിവൈൻഡ് ചെയ്യുക, ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് വായിക്കുക, നോട്ട് ക്ലിയർ ചെയ്യുക, നോട്ടിലൊക്കെ ലെക്ചർ നോട്ടാക്കിയിട്ട് കറക്റ്റ് നോട്ടാക്കിയിട്ട് കളർഫുള്ളായിട്ട് ചെയ്യുക, എന്നിട്ട് കിട്ടുന്നത് നോക്കുക. ഇല്ലെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം, എന്തിനാ പേടിക്കുന്നത്? ഇനി നമുക്ക് 4ാമത്തെ IUDയിലേക്ക് പോകണം അല്ലേ? ഏതാണ്? ഓറൽ പിൽസ്. അപ്പോൾ ഇത് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പഠിച്ചെന്ന് വന്ന് ഉറപ്പ് വരുത്തും. കറക്റ്റ് 100% ഉറപ്പ് വരുത്തുക, പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നമ്മൾ ഓറൽ പിൽസിലേക്ക് പോകാൻ. ശരിക്കും നോക്കി വെക്കുക. ഓക്കെ.